സ്വന്തം സഹോദരൻ അവകാശപ്പെട്ട സ്വത്തുകൂടെ കള്ളപ്രമാണം ഉണ്ടാക്കിയും ഭീഷണിപ്പെടുത്തിയും കൈവശം വെച്ച് അനുഭവിക്കുന്നവര്, കൂടപ്പിറപ്പ് കണ്ണുനീരിലാണെങ്കിൽ അവൾക്ക് അർഹതപ്പെട്ട സ്വത്ത് നീ കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിന്റെ കൈവശം ഇപ്പോഴും ഇരിക്കുന്നുവെങ്കിൽ നിനക്ക് അതിനാല് ശാപം. ഒരു ഇഞ്ച് നീ മുന്നോട്ട് പോകില്ല. നീ തിരുത്തപ്പെടണം. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. തെക്കൻ കേരളത്തിൽ ഒരു മാസം മുമ്പ് ഈ പ്രസംഗം അച്ഛൻ പറഞ്ഞിട്ട് പോന്നു. പിറ്റേന്ന് വൈകിട്ട് ഇടവകപ്പള്ളിയിലെ വികാരി അച്ഛൻ എന്നെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു. അച്ഛൻ പറഞ്ഞു, പൗലോസ് അച്ചു, എന്റെ ആയുസ്സിൽ ഇതുപോലുള്ള കുമ്പസാരങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. ജനം അലറി നിലവിളിക്കുകയായിരുന്നു. ഞാൻ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ജനത്തെ കുമ്പസാരിപ്പിച്ചു. ഈ ജനം ഒരുപാട് മാറിയച്ചു. ഒരു മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയാമോ? പ്രസംഗം കേട്ടിട്ട് പിറ്റേന്ന് അന്ന് രാത്രി അയാൾ ഉറങ്ങിയില്ലെന്ന്. പിറ്റേന്ന് രാവിലെ 9 മണിയായപ്പോ അക്കൗണ്ടുള്ള ബാങ്കിന്റെ മുമ്പിൽ പോയി അയാൾ നിന്നു. 10 മണിക്ക് ബാങ്ക് തുറക്കത്തുള്ളൂ. 9 മണിക്ക് അവിടെ പോയി നിന്നു. ബാങ്ക് തുറന്ന പാടെ അകത്ത് കയറി മാനേജരോട് പറഞ്ഞു, 3 ലക്ഷം രൂപ എനിക്ക് വേണം. അക്കൗണ്ടിൽ കിടന്ന് 3 ലക്ഷം രൂപ അവൻ വലിച്ചു. കഴിഞ്ഞ 13 കൊല്ലമായി സ്വന്തം സഹോദരിക്ക്, പെങ്ങൾക്ക് കുടുംബ സ്വത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ച ആങ്ങള അതുമായി പെങ്ങളുടെ വീട്ടിൽ ചെന്നത് കൊടുത്തിട്ട് പൊട്ടിക്കരഞ്ഞു. പൊന്നുമോളെ, നീ എന്നോട് പൊറുക്കണം, ഞാൻ ശപിക്കപ്പെട്ടു പോകാതിരിക്കാൻ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പെങ്ങളും കരഞ്ഞു, ആങ്ങളെയും കരഞ്ഞു. ഈ മനുഷ്യൻ മടങ്ങി പള്ളിയിൽ വന്ന് വീണ് കിടന്ന് തലയിടിച്ച് നിലവിളിച്ചു, അച്ചോ ശാപം മാറി കിട്ടാൻ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, സഹോദരൻ അർഹതപ്പെട്ട ഒരു ചില്ലിക്കാശ് നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ശാപം നിന്റെ തറവാട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും മാറിപ്പോകയില്ല.